ടോക്കിയോ മാഞ്ചിയല്ലേ? വണ്ടി എന്തോടാ ഇന്റർജോടെ ഫ്രീ കിട്ടിയ വണ്ടിയോ? കറക്റ്റ് ആയിട്ട് ഇന്റർജോടെ കിട്ടുന്ന സാധനമല്ലേ അല്ലേ? വീലൊക്കെ കണ്ടില്ലേ? ലൈറ്റ് ഒക്കെ കത്തി. പണ്ട് മറ്റേ പൂരപ്പറമ്പ് പോകുമ്പോ ബാക്കിലോട്ട് ഇങ്ങനെ നീക്കുമ്പോ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു അതുപോലെ. വണ്ടിക്ക് പ്രത്യേക ഫാൻസ് ആണ്. ഞാൻ പറഞ്ഞ ഫാൻസ് ആണ്, തുപ്പാനാണ് തോന്നിയത്. ഫാൻസാ നിനക്ക് ഫാൻസ് നമ്മളെ സത്യം. എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ട് സ്വന്തമായിട്ടിരുന്ന് ഗാർബേജ് കൊണ്ടിരുന്നൊക്കെ. എന്തോടാ എടാ ഇത് മറ്റേ അമ്മാരാണോ? ടോക്കിയോ ആണോ? ടോക്കിയോ മറ്റേ നട്ടല്ലാത്ത ടോക്കിയോസ് ആണോ? നട്ടല്ലാത്തവന്മാര് അമ്മാരാണോ? പറയൂ. എന്താ ബ്രോനെ വല്ലതും പറഞ്ഞു? ബ്രോ വണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അഭിപ്രായം പറയാനുള്ള ഇത് പറഞ്ഞു പറ്റൂലേ ബ്രോ? വണ്ടി ശോകമാണെങ്കിൽ നമ്മൾ ശോകം എന്ന് പറയും ബ്രോ. അത്രേ ഉള്ളു. ഇപ്പൊ അങ്ങോട്ട് പോയായിരുന്നു, ഇപ്പൊ ബാക്കിലോട്ട് പോയായിരുന്നു. ആരാ സ്നൈപ്പത്? ആരാ? ഡെക്കുവാണോ ഡയലോഗ് അടിച്ചത്? സ്റ്റീവേ കോപ്പി അടിക്കുന്നോടാ സ്റ്റീവേ തന്നെ. എന്നാ പിന്നെ മാസ്ക് കൂടെ തന്നെ വെക്കടാ. എന്നാ പിന്നെ എടാ ടാറ്റു വരെ അങ്ങനെ അടിച്ചു വെച്ചേക്കണ ഉളുപ്പില്ലാത്തവൻ. ടാറ്റു വരെ ഇങ്ങനെ കോപ്പി അടിച്ചു വെക്കലടാ. അപ്പൊ നിങ്ങള് ശരിക്കുള്ള ഫാൻ ബോയ് ആണോ? നീ ഫാൻ ബോയ് ആണോ? ഫാൻ ബോയ് ആണോ? അയ്യോ വള്ളി രീതിയിലാണോ സംസാരിക്കുന്നത്? വള്ളിയോ? എന്താടാ എന്താടാ വള്ളി? എന്താ വള്ളി? എന്താടാ വള്ളി? എന്താടാ വള്ളി? എന്താടാ വള്ളി? വള്ളി എന്നാ വള്ളി എടുക്കാൻ പറ്റുമോ? നീ പുറത്തിറങ്ങോ? നീ പുറത്തിറങ്ങടാ. വള്ളി എടുക്കാൻ വന്നയാ, വള്ളി എടുക്കാൻ വന്നയാ. നീ എന്തോ ചെയ്യും? വള്ളി എടുക്കാൻ വന്നയാ. നീ പുറത്തിറങ്ങും. നീ പറഞ്ഞാണല്ലോ വള്ളി എടുക്കാൻ വരുവാണെങ്കിൽ നീ വാ. അപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ അത് പറ. അല്ലാതെ മാസം അടിച്ചോണ്ടിരിക്കല്ലേ. കൂൾ ഡൗൺ മാറുമ്പോ നീ അങ്ങ് വരും. കൂൾ ഡൗൺ ഇല്ലാത്ത സമയത്ത് നീ വന്നല്ലോ. നീ അങ്ങ് ഉച്ചയ്ക്ക് വന്ന് കരഞ്ഞില്ലടാ സിറ്റുവേഷൻ എടുക്കല്ലെന്നും പറഞ്ഞു. എന്നിട്ടല്ലേ നീ കൊണക്കുന്നത്? ഒന്ന് പോടാ അവിടെ നിന്ന്. സൗകര്യമില്ല നീ വിളിക്കുമ്പോ. ഒന്ന് പോടാ അവിടെ നിന്ന്. എന്നാ മറ്റേ വർക്കിച്ചൻ പറഞ്ഞ ഫിറ്റ് ചെയ്ത് കൊടുക്ക്. നട്ടലേച്ചോടാണെങ്കിൽ കേക്കുന്നില്ല താല്പര്യമില്ല ബ്രോ. സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാം. നീ വാ പറയാനുള്ളതെന്ന് പറഞ്ഞു. നിന്റെ കൂടുതൽ പോയി പറ. നീ ഫിനിക്സിനെ അടുത്ത ഫിനിക്സ് അവന്റെ അടുത്ത് പോയി പറ. എന്ത് അവനെ ഡെയിലി സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന നമ്മളുമെല്ലാം പറഞ്ഞ നീ നിന്റെ ഡെക്കുമല്ലേ പറഞ്ഞ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ എടുക്കാൻ പറയാൻ. അയ്യോ ബാക്ക് ഓഫ് ചെയ്യാൻ പറയുന്ന പോലെ വല്ലപ്പോഴും പുറത്തോട്ട് ഇറങ്ങാൻ പറയാട്ടോ അമ്മമാരോടൊക്കെ. അയ്യോ കൂൾ ഡൗൺ മാറിയിട്ടൊന്ന് കാണാമേ മോനെ. ഒന്ന് എഴുതി വെച്ചോ നീ കേട്ടാ. കൂൾ ഡൗൺ കഴിഞ്ഞിട്ടൊന്ന് വരാം കേട്ടോ മോൻ. ഇതേപോലെ പറയണേ. ഫ്ലോലെസ് അടിക്കണേ മോനെ നീ കേട്ടാ. നീ ഫ്ലോലെസ് അടിക്കണേ. അല്ലേ ഫ്ലോലെസ് അടിക്കുന്ന ഒരു പയ്യനില്ലേടാ നിന്റെ കൂടെ? അവനെ ഒന്ന് വിളിച്ചോണ്ട് വരണേ. എന്നിട്ടൊന്ന് കാണിച്ചേ നീ ഫ്ലോലെസ് അടിക്കുന്ന. നീ ആദ്യം കിൻഡർ ജോയ് വണ്ടി വന്ന് ഇറങ്ങട്ടെ. നിന്റെ മുഖം ഒന്ന് കാണട്ടെ. കിൻഡർ ജോയ് വണ്ടി വന്നിട്ട് മാസം അടിക്കുന്നു. ഉരുട്ടി അങ്ങോട്ട് തരട്ടെ. ഒന്ന് പോയടാ കിൻഡർ ജോയ് വണ്ടിക്കാരെ. എടാ കിൻഡർ ജോയ് വണ്ടിക്കാരനൊക്കെ വണ്ടി എടുത്തോണ്ട് പോടാ. എടാ ഇവൻ പൊലപ്പിന്റെ അടിയിൽ അച്ഛ വഴക്കോരെന്ന് പറഞ്ഞു. പൊലപ്പിന്റെ അടിയിലുള്ള കണ്ട് സംസാരിക്കട്ടാ.
ആരാ HF ആരാ എടാ എടാ ഈ എന്തോ ഇത് ഞാൻ ടോക്കിയോ ആയിട്ട് എന്തിന്റെ കൂൾ ഡൗൺ ആണ് മനസ്സിലായില്ല. ആര് ഇതാരാ ജുങ്കുക്ക് ഇവന്റെ പേര് ജുങ്കുക്ക് എന്ന്. ഇന്നലെ ഈ കാറും കൊണ്ടുവന്ന് ഇടിച്ചവനെ ഓസിൽ ടിക്കറ്റ് വലിച്ചത് നമ്മള് ത്രിപ്ലക്സും അലയൻസ് ആണെന്ന്. സംഭവം ഞാൻ പറയട്ടെ ഇവന്മാര് ഞാൻ മുതുക്കി നിന്ന് അപ്പൊ ഇവന്റെ വണ്ടി വന്ന് ചെറുതായിട്ട് വന്ന് പിറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചു എടാ എന്തിനാ പിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ലൈക്ക് ഞാൻ ഇത് തന്നെ ചോദിച്ചു ഇങ്ങനെ വണ്ടി എന്തിനാ പിറ്റ് ചെയ്യണം അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു. ഓക്കെ എന്നിട്ട് ഇവൻ പറഞ്ഞു വണ്ടി പിന്നെ നടുക്ക് കൊണ്ടിട്ട് പിറ്റല്ല ചെയ്യണമെന്ന് പറഞ്ഞു. ഇവൻ തിരിച്ചു കൊണച്ച് മനസ്സിലാ. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ നീ ഒന്നും കൂടി വണ്ടി ഇടിച്ചോക്കെ അപ്പൊ അറിയാന്ന് പറഞ്ഞപ്പോ ചെറിയ തട്ടാന്ന് നമ്മള് തിരിച്ച് തട്ടെടുത്ത് വണ്ടി എടുത്ത് ഞെരിച്ചു പോയി. എന്നിട്ട് നമ്മൾ അവന്റെ വണ്ടിയുടെ പിറകെ പോയില്ല. നമ്മൾ പോയി നോക്കി അവനെ കണ്ടില്ല. നമ്മൾ വെച്ചാൽ അവന്റെ വഴി പോയി നമ്മള് പോയി വണ്ടിയുടെ പേരും പറഞ്ഞ് എന്തിനെന്ന് വെച്ചിട്ട് ഡ്രസ് ഷോപ്പിൽ പോയി ഡ്രസ്സ് മാറാൻ. അപ്പൊ ഇവ ഉണ്ടല്ലോ അവിടെ കിടക്കണ വെറുതെ കിടക്കണ വണ്ടിയുടെ വന്ന് പിറ്റ് 10-15 പിറ്റ് അവൻ. അപ്പൊ അവിടെ നിന്ന് ത്രിപ്ലക്സിൽ ഏതൊരു പ്ലെയർ വന്ന് എന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ വണ്ടി ഏതോ അടുത്ത് സിറ്റിസൺ വന്നിട്ട് പിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പുറത്തിറങ്ങി നോക്കി ഇവ വന്ന് നമ്മളെ വണ്ടിയും കൂടാഞ്ഞിട്ട് ട്രിപ്ലക്സിന്റെ വണ്ടിയും കൂടി പിറ്റ് ചെയ്ത് മനസ്സിലായോ. അവരെ വണ്ടിയിലും പോയി ചുമ്മാ പോയി ഇന്റൻഷനിൽ പിറ്റ് ചെയ്ത് അതെല്ലാം എന്റെ POയിലുണ്ട്. പോയി അവിടെ പിറ്റ് ചെയ്ത് അപ്പൊ അവന്മാർക്കും പൊളിഞ്ഞ് അവന്മാരും ചേസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് അവൻ പറഞ്ഞ അലയൻസ് എന്ന്. നമ്മൾ അവിടെ അടുത്ത് സംസാരിച്ചിട്ട് പോയില്ല ത്രിപ്ലക്സിന്റെ അടുത്ത്. എന്നിട്ട് നമ്മൾ ഇവനെ തപ്പി നടക്കുമായിരുന്നു. എന്നിട്ട് ഇവൻ മിസ്സായി. ഇത് മറ്റേ പുതിയ വള്ളിയാണ് അവന്മാര് ആ ഗ്യാങ്ങിന്റെ അകത്തൊരു പുതിയ വള്ളിയാണ് ഇവൻ. അവന് പുതിയതായിട്ട് എടുത്ത ഒരു കാര്യം കാണിച്ചേട്ടാ ഇതെന്ത് സ്പീഡ് അവന്റെ സ്പീഡ് കൂടിയുണ്ടാകും. അടുത്ത ആക്കുന്നു ഇതെന്തൊരു പറ്റില്ല മറ്റേത് അടിച്ചാണ് അത് സിറ്റുവേഷനിൽ യൂസ് ചെയ്തരാ. അത് സിറ്റുവേഷനിൽ യൂസ് ചെയ്തരാ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നറിയാവോ ആര് നല്ല പേരാണ് വില്ലി. വില്ലി എന്നിട്ട് സ്റ്റീവേ ഇതൊക്കെ വാഹനടിച്ച് കളിച്ചോളാം. മൊണ്ണ പറയാട്ട് നീ അവസരം എടുത്ത് കളിക്ക് അവസരം പുറത്തിരിക്കും. എടാ പെട്രോൾ രണ്ടെണ്ണം ഒരാഴ്ച ആരായാലും പെട്രോൾ ക്യാനുണ്ടാ 15 മിനിറ്റ് അവന്മാർക്ക് എന്തിനാ. അതല്ലേ ഞാൻ നിന്റെ ചോദിച്ചു അവരെ വിളിയൊക്കെ കണ്ടപ്പോ ഇപ്പൊ എത്തുന്നു. റെഡി ആയിട്ടിരിക്കുന്ന ഇവന്മാര് പറയോട്ടെ ഇവന്മാർക്ക് കൂൾ ഡൗൺ ആണെന്ന് അടിക്കാൻ പറ്റുന്നില്ല. അഡ്മിൻസ് പറഞ്ഞു നമ്മടുത്ത സിറ്റുവേഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാം. നമ്മള് ഇങ്ങോട്ട് സിറ്റുവേഷൻ പിടിച്ചത് പറഞ്ഞാൽ മതി. അപ്പൊ അല്ലെങ്കിൽ ഒന്നില് ഞാൻ ഒരുത്തം പറഞ്ഞില്ല മറ്റേ എന്തായിരുന്നു നിന്നെയൊക്കെ വെച്ച് കൂൾ ഡൗൺ കഴിയുമ്പോ എടുത്തോളാം. അവൻ വന്ന് സോറി പറയുകയാണെങ്കിൽ വിടാന്ന് ആ രീതി പറഞ്ഞാൽ അവൻ സോറി ഒന്നും പറയത്തില്ല. അവന്റെ അസ്ഥാനത്ത് കയറി പിടിച്ചേട്ടാ. വണ്ടി ഉള്ളവൻ തണ്ടാ കഴപ്പം അവന്റെ എവിടാ മണവള മാർക്ക് ചെയ്തടാ. അവൻ നേരത്തെ നമ്മൾ ഇന്ന് അംസക്കുട്ടിയെ വിളിച്ച് കാണിച്ചു കൊടുത്തതല്ലേ. അംസക്കുട്ടി അവന്റെ കൂടെ ഇരുന്ന് കൊണക്കാണ്. അവന്റെ ഇത് നമുക്കറിയാന്ന്. അണ്ണ നമ്മ മണ്ടന്റെ സിറ്റുവേഷൻ പോയിട്ട് ഒരു പൊട്ടനോട് പറഞ്ഞ പോലെ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്ന എല്ലാരും രാജാവ് എന്തൊരു കുഞ്ഞാപ്പ പറയുന്നത് ഹലോ നിങ്ങളെ ഫസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാം. നമുക്ക് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് ലൂപ്പ് ആകത്തുള്ളൂ. നിങ്ങളുടെ സൈഡ് പറയാം, നമ്മൾ നമ്മുടെ സൈഡ് പറയാം. പിന്നെ ബാക്കി എന്താ വെച്ചാൽ വാറന്റെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ബാക്കി നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ ബ്രോയുടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അത്ര നല്ലത്. കാരണം നമ്മുടെ സൈഡിലെ സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി കേട്ട് ബ്രോനോട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കാര്യം പറയാം. എന്തായാലും അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കിക്കാൻ വയ്യ ബ്രോ. അതുകൊണ്ടാ
എനിക്ക് തർക്കിക്കാനല്ല നമ്മൾ വന്ന കാര്യം പറയാൻ വന്ന് അതിന് ബാക്കി എന്തിനാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ അതിന് തുടങ്ങിയതാ നമ്മളെ വണ്ടിയിട്ട് ഫിറ്റ് ചെയ്തിട്ട് തുടങ്ങിയത്. ഇന്നതാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹംസക്കുട്ടിനെ കാണിച്ചു വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹംസക്കുട്ടി അടക്കം വരെയാണ് കുറച്ച് മുമ്പ് വന്നിട്ട് ഇവിടെ മുതുക്കിൽ വെച്ചിട്ട് കൊണടിച്ചത്. ഒരാവശ്യം ഇന്നലെ വെറുതെ വണ്ടി ഇടിച്ച് തന്നെ ബോധം കെടുത്തിയായിരുന്നു. അവന് ഒരു കാര്യമില്ല, അവന് ഒരു കാര്യമില്ല. അവന്റെ ഒരു ചെറിയൊരു പേട്ട് വണ്ടിയുണ്ട്, അതിലാണ് ആളുടെ കറക്കം. അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് വന്ന് ഇടിക്കുക, ഇതൊക്കെയാണ് പരിപാടി ആളുടെ. മനസ്സിലായി. കാരണം ഇപ്പൊ ഫേക്സ് തന്നെ 3-4 വട്ടം നമ്മളോട് പറയണം ഇപ്പം ടി വി ആയിട്ട് സിറ്റുവേഷൻ വരുന്നു. പക്ഷെ അവന്റെ സൈഡ് കളിക്കുമ്പോൾ ഇന്നലെ എന്തോ ട്രിപ്ലക്സ് ആരെന്തോ ഇവനെ വണ്ടി പിടിച്ചു കൊടുത്ത് നിങ്ങൾ അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവന്റെ ഇത് നോക്കിപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ എന്തോ ട്രിപ്ലക്സ് ആര് വന്ന് പറഞ്ഞു എന്നാണ് പറയണത്. മറ്റേ ടി വി സിമ്പിൾ ഞാൻ പറഞ്ഞു മുതിക്കുന്ന നമ്മുടെ ഗ്യാങ് വണ്ടി എടുക്കുന്നു. ഇവന്റെ ഒരു സിറ്റിസൺ വണ്ടിയുണ്ട്, അതും വെച്ച് ഇവൻ നിൽക്കുന്നു. നമ്മളെ ഗ്യാങ് വണ്ടി വന്ന് പെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു അല്ലോ പേരെന്താണെന്ന് ചോദിച്ചു. ഇവന്റെ അടുത്ത് ചോദിച്ചു എന്തിനാ വണ്ടി അറക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നീയൊക്കെ കൂടി നടുക്ക് വണ്ടി ഇട്ടോ തട്ടല്ലാതെ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇനി വന്ന് തട്ടി നോക്കാന്ന് പറഞ്ഞു. ഇവൻ വന്ന് തട്ടി നമ്മൾ തിരിച്ച് ഇവനെ ഫോളോ ചെയ്ത് പോയി. ഇവനെ കണ്ടില്ല, ആ വണ്ടിയിൽ ഞെരിച്ചവൻ വിട്ട്. നമ്മളത് വിട്ട് വണ്ടി കേസ് പിടിക്കാൻ നമ്മളെ പോവാതെ നമ്മൾ എന്ത് ഡ്രസ് ഷോപ്പിൽ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നപ്പോ ഇവൻ വന്ന് ആ ഡ്രസ് ഷോപ്പിൽ വെറുതെ കിടക്കുന്ന നമ്മുടെ ഗ്യാങ് വണ്ടി വന്ന് 10-15 ഡ്രസ് ഷോപ്പിലെ സിറ്റുവേഷൻ അതാ ഞാൻ പറയാൻ വന്നത്. ഡ്രസ് ഷോപ്പിലെ സിറ്റുവേഷൻ ഇവൻ പറയണത് ഇവന്റെ ഇത് നോക്കിയപ്പോഴും ഇവനെല്ലാം വന്ന് ഇടിക്കുന്നതും കാര്യങ്ങൾ ചെയ്യണതും മനസ്സിലായോ? വേറെ പക്ഷേ അല്ല അങ്ങനെയാണെങ്കിൽ ബ്രോ അവനെന്തോ പറഞ്ഞൂടാ നമ്മൾ അല്ല സ്നൈപ്പർ കേൾക്കുന്നുണ്ടോ? അത് പറയുന്നത് നിങ്ങൾ ആരും സംസാരിക്കാൻ നിന്നിട്ടില്ല, മനസ്സിലായോ? സംസാരിക്കാൻ ഇവൻ നിന്നിട്ടില്ല, ഇവൻ ഞെരിച്ചോണ്ടിരുന്ന പിന്നെ എന്ത് ചെയ്യാനാണ്? ഇല്ല ഞാൻ പറയട്ടെ, ഇവന്റെ സൈഡ് നിങ്ങൾ നോക്കണം. എന്ന് വെച്ചാൽ ഡ്രസ് ഷോപ്പിലെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. നിങ്ങൾ 3-4 വണ്ടി വന്നു ഡയറക്റ്റ് ഇവനെ പിറ്റ് ചെയ്ത് തുടങ്ങുന്നു, മനസ്സിലായോ? അതും ഒരു ഗ്യാങ്ങല്ല, ട്രിപ്ലക്സും നിങ്ങൾ കൂടെ പിറ്റ് ചെയ്യുവനെ. ഇല്ലാത്ത ഒരു കാര്യം KKB എന്ന് പറയുന്ന ഗ്യാങ്ങും ട്രിപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല രീതിക്ക് പോണ ഗ്യാങ്ങുകളാണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ എനിക്ക് അത് മനസ്സിലായി. പക്ഷേ ഡ്രസ് മാറിക്കൊണ്ടിരുന്നപ്പോ ത്രിബ്ലക്സ് അവിടെ ഉണ്ടായിരുന്നു. ത്രിബ്ലക്സിന്റെ ഒരാളാണ് വന്ന് എന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ വണ്ടി ഒരു സിവിലെ വന്ന് പിറ്റ് ചെയ്യുന്നു പോയി നോക്കാം. ഇവനാണെന്ന് പറഞ്ഞത് ആ വണ്ടി എടുത്തിട്ടുള്ള ആള് വന്നിട്ട് പിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ത്രിബ്ലക്സിന്റെ വണ്ടിയിലും പോയി പിറ്റ് ചെയ്ത്. ഇതൊക്കെ എന്റെ ഇതിൽ തന്നെ വണ്ടിയും കൊണ്ട് സൈഡിൽ വണ്ടിയും കൊണ്ട് ഇവനെ വണ്ടി ബ്ലോക്ക് ചെയ്ത് ഇടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവ അവിടെ നിന്ന് എല്ലാരും ഇടിച്ച് തെറിപ്പിച്ചാണ് ഇവൻ പോയത്. ആ സമയത്ത് ഫോളോ ചെയ്ത് എന്റെ വണ്ടിയും ട്രിപ്ലക്സിന്റെ വണ്ടിയും ഇവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒരു പകുതി ആയപ്പോ ട്രിപ്ലക്സ് മാത്രമാണ് ഫോളോ ചെയ്തോണ്ടിരുന്നത്. നമ്മൾ ഇവന്റെ വണ്ടി നോക്കിയപ്പോ പോയിട്ട് വന്ന് നോക്കിയപ്പോ ഇവന്റെ വണ്ടി ട്രിപ്ലക്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവനെ ഇറങ്ങി അടിച്ചങ്ങ് കൊന്ന്. അതിനുശേഷം ഇവ എണീറ്റ് ഇവന്റെ ഭാഗം സംസാരിക്കാം. ഇവൻ മൊട്ടം കൊണയായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഇവൻ സിറ്റുവേഷൻ ഉണ്ടാക്കി, അപ്പോഴും മൊട്ടം കൊണയായിരുന്നു. ഇവൻ അല്ലെന്ന് മാത്രം പറയല്ലേ, ഇവൻ തന്നെയാണ് മലപ്പുറം ഇടിച്ചെന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളുടെ ശരി ഉണ്ടാവും. പറയട്ടെ, അവന്റെ സൈഡ് നോക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തില് 1-2 പേര് ആരെന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ സ്നൈപ്പ് ആയ പോലും ഇവന്റെ വണ്ടി മുതുക്കി കാണുമ്പോ ഫോൺ ചെയ്യുമ്പോ തന്നെ വന്നിരുന്നിട്ട് ഓരോ ഡയലോഗ് അടിയാ, തീട്ട വണ്ടിയല്ലേ തീട്ട മാഞ്ചിയല്ലേ എന്ന് പറയുമ്പോ ബ്രോ അവനും പൊളിയും. ഇപ്പൊ ഞാൻ പറയാലോ, ഇപ്പൊ 2 സൈഡിലും നോക്കിയ ഫൈൻ സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇല്ല വാ വിളിക്കുന്ന സിമ്പിളായിട്ട് ഞാൻ പറയുവാണ്. ടോക്കി മഞ്ചിര ഡെക്കുവിന്റെ അടുത്ത് ഇവനായിട്ട് വന്നാണ് വള്ളി ഫുള്ള് പിടിക്കുന്നത്. ബ്രോ ഒരു മിനിറ്റ് ബ്രോ ഇന്നലെ നമ്മളായിട്ട് വണ്ടി പിടിച്ചു കഴിഞ്ഞിട്ടല്ലേ ബ്രോ ബ്രോന്റെ വണ്ടിനെ പറ്റി ഇന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ? ഇല്ല കേൾക്കുന്നുണ്ടോ? ചിലപ്പോ ഇല്ല ഞാൻ അവൻ വന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയണില്ല, മനസ്സിലായി? അവൻ വന്നിട്ടില്ലെന്നും ഞാൻ രീതിക്ക് വന്നിട്ടുണ്ട്. സ്റ്റൈപ്പ് ഇല്ലെന്ന് പറയില്ലേ, സ്റ്റൈപ്പ് ഇല്ലെന്ന് പറയല്ലേ? ഇങ്ങോട്ട് വന്നാ പിന്നെ നമ്മൾ ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പൊ വാറടിച്ചത് ലൂപ്പ് ആക്കാതെ ഇന്നും നാളെയും കൊണ്ടുപോകണം നമുക്കും ഇല്ല, ഇപ്പം വാറടിക്കുമ്പോ നമുക്കിപ്പൊ നിലവിൽ വാറ് വിളിക്കാൻ പാടില്ല, മനസ്സിലായോ? ആൻഡ്രസ് യൂസ് ചെയ്യാനില്ല, വാർ കൂളറുണ്ട് 3 എടുത്തേന്. എന്തോ എത്ര ഡിക്ലെയർ ചെയ്യാനോ പാടില്ല. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വിളിച്ച് സംസാരിക്കുന്നത്. അല്ല ഞാൻ പറയുന്ന കേട്ടില്ല തിരിച്ച്. അപ്പൊ പിന്നെ സംസാരിക്കുമ്പോഴത്തേക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ സംസാരിക്കാതിരുന്നൂടെ? സിറ്റുവേഷൻ എടുക്കാതിരുന്നൂടെ? ഇതുകൊണ്ടാണ് ബ്രോ ഇവനെ അടിച്ച് ഒന്ന് കത്തിച്ചിട്ട് പോലും നമ്മൾ ഇന്നലെ ആരും കേറാണ്ടിരുന്നത്, മനസ്സിലായോ?
ഒതുക്കി വെച്ചെടുക്കാൻ പറഞ്ഞു. നമുക്ക് ഇതിങ്ങനെ ലൂപ്പായി പോകാൻ താല്പര്യം നിങ്ങൾ എന്നാ പിന്നെ ഇവനെ മാത്രല്ല അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയാണ് ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കൂട്ടത്തില് ഇവൻ ഒറ്റ ഒരാള് മാത്രമായിട്ടാണല്ലോ ഈ സീൻ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ അവന്റെ അടുത്ത് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? ബ്രോ നമ്മ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? അവനോട് നമ്മളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവൻ ഒതുങ്ങുന്നുണ്ട്. നമ്മൾ എന്റെ അതേപോലെ അതിന് ഇരട്ടിയായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓൾറെഡി ചൊറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെ വെറുതെ വിടത്തില്ലല്ലോ ബ്രോ. എടുത്തോ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വാറ വിളിക്കാൻ പറ്റിയ അവസ്ഥയിൽ കൂടുതൽ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അതല്ല ബ്രോ പറഞ്ഞ ശരിയാ. ഇവനൊന്നും ചെയ്തില്ല ബ്രോ. ഇന്നലെ ത്രിബ്ലക്സിന്റെ വണ്ടി ത്രിബ്ലക്സ് വന്നിട്ട് നമ്മുടെ നോണേ വരും ബ്രോ. പറയട്ടെ ത്രിബ്ലക്സ് വന്നിട്ട് പറയട്ടെ ബ്രോ, നമ്മള് പറയട്ടെ. ത്രിബ്ലക്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് നോണയാണ് ബ്രോ ചോദിച്ചത്. ഇവൻ ചോദിച്ചപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞത് രാണ നമ്മൾ കേൾക്കാത്തിരുന്നു. രാണ നമ്മുടെ പ്രശ്നം കോണ പറഞ്ഞു ബ്രോ. ഇത് ബ്രോ നമുക്ക് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. നമുക്കും അതേ താല്പര്യമുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തായാലും വിളിച്ചത് നമുക്ക് നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്നും അറിയണ്ട. അല്ല അതുകൊണ്ടാണ് ബ്രോ അല്ല ബ്രോ നമ്മള് വാറിടും, അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന്. കേൾക്കുന്നുണ്ടോ ബ്രോ? ഒരു കാര്യം കൂടെ പറയുവാണേ, ഗ്യാങ്ങിന്റെ പേര് ടോക്കിയോ വാഞ്ചി അല്ല, അത് നമ്മുടെ ഗ്യാങ് അല്ല, അത് പുറത്ത് വേറെ ഏതോ സിറ്റിയിലെ ഗ്യാങ് ആണ്. നമ്മൾ ആ ഗ്യാങ്ങായിട്ട് ഒരു ബന്ധം. നിങ്ങളെ ഗ്യാങ്ങിന്റെ പേരെന്താണ്? ടോക്കിയോ അറിയാനോ ബ്രോ? ടോക്കിയോ അറിയാനോ? ഒരു ബന്ധമില്ല. മാറിപ്പോയതാണ്. ഇല്ല ബ്രോ, പറയുന്നത് ബ്രോ ഞാൻ പറയുന്നത് മനസ്സിലായോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് വാട്ട് ഓഫ് ദ കൺസേൺ എല്ലാം അറിയാം. പക്ഷെ നമുക്ക് എടുക്കാൻ പാടില്ല, ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് സംസാരിച്ചത്. നീ ഇപ്പൊ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ ലൂപ്പ് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ നമ്മള് പറഞ്ഞു. നമ്മുടെ സൈഡ് പറഞ്ഞു നമ്മൾ വാറ് വിളിക്കും. നമ്മള് വാറ് വിളിക്കും. അടിക്കണേ അടിക്കാം. ബ്രോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും പ്രശ്നമാണ്, അക്സെപ്റ്റ് ചെയ്തില്ലേയും പ്രശ്നമാണ്. അത് നിങ്ങളുടെ ഇത് നിങ്ങൾ എന്താന്ന് വെച്ച് നിങ്ങൾ നമുക്കിതൊന്നും അറിയണ്ട. സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ അവൻ എന്തിനാണ് ഇതിനെക്കാട്ടി അവൻ വരായിരുന്നില്ലേ നല്ലതല്ലേ? ഇതിന് വരണ്ടായിരുന്നല്ലേ? അവൻ ഇത് റേഡിയോയാ അവൻ ചുമ്മാ പറഞ്ഞ എന്തിനെ പറ്റി. എടാ ഇങ്ങനത്തെ ശങ്കരടിയോടെ മീറ്റിംഗ് വിളിക്കരുത്, ഉള്ള കാര്യം പറഞ്ഞ് ആരിവൻ. എടാ അവൻ പറയുന്നത് ലൂപ്പ് പറയല്ലേ, ലൂപ്പാക്കല്ലേന്ന് പറഞ്ഞിട്ട് 10 വട്ടം ലൂപ്പാക്കല്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ 10 വട്ടം പറഞ്ഞ കാര്യം പറഞ്ഞു. ഇവൻ ആരിവൻ? എടാ ഇവർക്ക് പാറ ഇവന്മാരെ പാറൊന്നും വിളിക്കണ്ട, പോയി വഴിയിട്ട് അടിക്കാം. വാ അടി 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 മീറ്റിംഗ് കഴിയാലോ. മാറ വണ്ടി കയറി. മീറ്റിംഗ് പോയിന്റ് കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ഇറങ്ങി തിരിച്ചു പോണ വഴി അങ്ങനെ എന്തൊക്കെയോ ഇല്ലായിരുന്നോ? ഇനി ഇവിടെ അതുണ്ടോ എനിക്ക് അല്ലെങ്കിൽ വിടാൻ സാറൊക്കെ ഇവരെ പിന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇവന്മാര് ഇനിയിപ്പോ കിടന്ന് കരയാൻ തുടങ്ങും. അല്ലെങ്കിൽ അല്ല പോണ പിന്നെ ഈ മീറ്റിംഗിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് മീറ്റിംഗ് വിളിച്ചത് നമ്മള്? സത്യം ഒരു കോള് തീർക്കണ്ടായിരുന്നല്ലെങ്കിൽ പിന്നെ ഈ മീറ്റിംഗിന്റെ ആവശ്യമില്ല. നമ്മളൊക്കെ അടിക്കാൻ വേണ്ടിട്ടല്ലേ ഓൾറെഡി വന്നത്. എനിക്ക് അടിക്കണമെന്നൊന്നുമില്ല, പക്ഷെ പിന്നെ ഇങ്ങനെ ഒന്ന് വെറുതെ പിള്ളേരെ ഉറപ്പിക്കുന്ന പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇമ്മാരിപ്പോ അടിക്കണമെന്നില്ല, ആളെ ഉറള്ളപ്പോ അടിക്കണമെന്നില്ല. ഇമാര് കൊണ എവിടോട്ടാ പോയി ഞാൻ കണ്ടില്ല. ഇറങ്ങി ഓടി, മനസ്സിലായില്ലേ? നമുക്ക് ഓടിയില്ലേ അടിയിട്ടു വിചാരിച്ചു ഓടി ഇറങ്ങി. ആടാ അവ ഏത് കൊച്ചു ഇറക്കൽ എന്തിനാണ് അവൻ്റെ സംസാരിക്കല്ലേ എന്നുള്ള കാര്യം പറ. എന്തിനാ അവൻ പറയുന്ന മാത്രം നമ്മൾ കേൾക്കണമെന്നുള്ള മൈൻഡ് സംസാരിക്കുന്നവനാണ്. കേട്ടാ അറിയാം, മനസ്സിലായോ? മനസ്സിലാടാ. അത് വെച്ച് കഴിഞ്ഞാൽ അവന് ആകെ ചോദിക്കുന്ന ഇടയ്ക്ക് ബ്രോ കേൾക്കുന്നുണ്ടോ 50 വട്ടം ചോദിക്കും. ബ്രോ കേൾക്കുന്നുണ്ടോ. പിന്നെ അവൻ എന്തിനാ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെ അവന് കേൾക്കാൻ പറയുന്ന പോലെ അവൻ പറയും. അതാ മനസ്സിലാവുന്ന പോലും ഇല്ല എനിക്ക് എന്തിനാണ് പറയുന്നതെന്ന്. എന്തിനാ വിച്ചും പേയൊക്കെ പറയുന്നിട്ട് പറയും ലൂപ്പാക്കല്ലേ, നമുക്ക് ലൂപ്പാക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ്. എന്നിട്ട് ആ ലൂപ്പാക്കല്ലേ എന്നുള്ളതിന് അവൻ 10 വട്ടം ലൂപ്പായിട്ട് പറഞ്ഞു. എന്തിനു പറയാ ആരെന്തിനോടെ ഇവനൊക്കെ. എന്താ പറഞ്ഞ കേട്ടില്ല. എല്ലായിടത്തും കേറി നിൽക്കാൻ പറ.
എന്താ വെച്ചാ അവര് വരുമോ അണ്ണന്മാരാണ് ഇവർക്ക് കൈയൊന്നും അനങ്ങുന്നില്ല. കിട്ടും അടിച്ചില്ലെങ്കിലും കിട്ടും. എടാ ഞാൻ പറയാം, വൺസ് അവര് കേറുവാണെങ്കിൽ നമ്മൾ പിന്നെ കിടന്ന് ഇതാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നൊരു 10-15 മിനിറ്റ് എല്ലാരും ഒന്ന് കേറി പ്രിപ്പയർ ആയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത് നമ്മൾ വാറ് വിളിച്ചു മറ്റേ ഇത് കാണിച്ച് ചിലപ്പോ കുറച്ച് വരുമ്പോ മാസമായിട്ട് കേറി വരും. ആ സമയത്ത് പിന്നെ കിടന്ന് ഓടരുത്. വാർ അടിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് എന്തായിരിക്കും ആക്ഷൻ? നമ്മള് ഡിക്ലെയർ വാറല്ല ഇപ്പൊ വാർ ഡിക്ലെയർ ചെയ്ത് അവന്മാരിപ്പോ എൻഗേജ് അക്സെപ്റ്റ് ചെയ്താൽ അവന്മാർക്ക് എന്തായിരിക്കും ആക്ഷൻ വരുന്നത്? മറ്റേ ഇതുള്ള അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവന്മാർക്ക് നല്ല രീതിയിൽ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്ത് വരും ഉണ്ടെങ്കിൽ ഓൾറെഡി അവന്മാർക്ക് സിറ്റുവേഷൻ എടുത്തുകൂടുന്നല്ലേ ഇപ്പൊ ഇട്ടേക്കുന്നത്. ഓൾറെഡി അവന്മാർക്ക് കൂൾ ഡൗൺ കിട്ടുമ്പോ അവന്മാർക്ക് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത് തന്നെ ഇനിയിപ്പോ അവന്മാർ സിറ്റുവേഷൻ എടുത്താലുള്ള ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചത്. എടുത്താലുള്ള അവന്മാര് വാർ എടുത്താലുള്ള ആക്ഷൻ പറഞ്ഞതാ. അത് എനിക്ക് അറിഞ്ഞോടാ. എനിക്കത് അറിഞ്ഞോടാ. അതിന് ആക്ഷൻ വരുമോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞോടാ. അവർക്ക് സിറ്റുവേഷൻ എടുക്കാൻ പാടില്ല എന്നാണോ സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാൻ പാടില്ല? അവർ ഈ ഒരു ആഴ്ചയില് കൊറേ എന്തോ വാർ എടുത്തെന്ന് പറഞ്ഞു. 3 കൂടുതൽ എന്തോ വാർ എടുത്തെന്ന്. ഓക്കെ, ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് വിളിക്കണോണ്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അവർക്ക് കൂൾ ഡൗൺ കിട്ടിയതാണെന്നാണ് പറയണത്. മനസ്സിലായോ? പക്ഷെ അങ്ങനെയല്ല, ഒരാഴ്ചയില് കൊറേ വാർ അവർ എടുത്ത്. മനസ്സിലായോ? അപ്പം അവർക്ക് അങ്ങനെ ആഴ്ചയിലെ കൂൾ ഡൗൺ എന്തോ അവർക്ക് കിട്ടി. മനസ്സിലായോ? കൂൾ ഡൗൺ കിട്ടുമ്പോ വാർ അടിക്കല് മാത്രമല്ല, ട്രിഗറിങ് സിറ്റുവേഷൻ തൊട്ട് ഒന്നും എടുത്തോടെന്നാണ് ഇതില് വരുന്നത്. എന്തൊരു സ്റ്റോറി ഉണ്ടോ? ടിഡിഎത്തിലെ കേറിയെന്ന് കേറിയെന്നവൻ എന്തേലും ഉണ്ടെങ്കിൽ കണക്ട് റൈഡ് കിട്ടാൻ. നിന്നോട് പോയി ചാവാൻ എന്താടാ രണ്ട് പിള്ളേര് നല്ലൊരു സ്ട്രാറ്റജിയാണ്. പക്ഷെ ഇവിടെ ആരും വരും. ഇതുവരെ ഒരാള് പോലും വന്നിട്ടില്ല. അവരുടെ ഉള്ളവരത്തിനൂടെ ഇറങ്ങി പോണുണ്ട്. ഒരു പീഡി കളിക്കുന്ന ആരെ മാത്രമാണ് ഉള്ളത്. നമ്മളിപ്പോ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യലടാ. നമ്മളൊരു പോസ്റ്റ് ആക്കുന്ന പരിപാടിയല്ലേ ഇത്. പിന്നെ ഒരു കാര്യം ചെയ്യാം, ടിക്കറ്റ് കളിക്കാം. റേഡിയോ